ഞാൻ ജോലി ചെയ്യുന്ന ക്രൂസ് ഷിപ്പ് അതിരാവിലെ തന്നെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ. സാൻ ഫ്രാൻസിസ്കോ USA പോലെ ഗോൾഡൻ ബ്രിഡ്ജ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ റിയോ ഡെ ജനറോയിൽ കാണുന്ന പോലത്തെ സ്റ്റാച്ചു ഉണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. നല്ലൊരു സൺറൈസ് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഷിപ്പ് ഡോക്ക് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇത് കാണാൻ നേരത്ത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടായ ഫോർട്ട് കൊച്ചിയിലുള്ള കമാലക്കടവിനോട് ചേർന്നുള്ള സ്ഥലം, ഞാൻ പഠിച്ച കോളേജ്, ആ ഒരു വശങ്ങൾ, ആസ്പിൻ വാൾ, ആ ഒരു സ്ഥലത്തിനോട് വളരെയധികം താരതമ്യം ചെയ്യാൻ സാധിക്കും. വളരെയധികം സിമിലാരിറ്റി ഉണ്ട് ഇതിന്. ഞങ്ങൾ കപ്പലടുപ്പിച്ച ദിവസം അന്നൊരു എംബാർക്കേഷൻ ആയിരുന്നു. എംബാർക്കേഷൻ ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർട്ട് ഒരു വലിയ പോർട്ടാണ്. അതുകൊണ്ട് അവിടെ കണ്ടെയ്നർ ഷിപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കപ്പലടുപ്പിച്ചതിന് സൈഡിലായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പായിട്ടുള്ള റോയൽ കരീബിയന്റെ കപ്പൽ കിടപ്പുണ്ട്. ഞാൻ അതിന്റെ സൈഡിലൂടെ നടന്നപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഭീകരമായിട്ടുള്ള വലുപ്പം എനിക്ക് അറിയാൻ സാധിച്ചത്. അതിലൊക്കെ വലിയ വലിയ ഫോർക്ക് ലിഫ്റ്റും കാര്യങ്ങളുമായിട്ടാണ് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങൾ ജോലി ചെയ്യുന്ന ഷിപ്പിനെയും കാട്ടി ഒരു 3 ഇരട്ടി വലുപ്പം ഈ ഷിപ്പിനുണ്ട്. ഞാനതിന്റെ കാഴ്ചകളും കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തിയും ക്ലീനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് യൂറോപ്പിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. സൈറ്റ് സീയിങ്ങിനായിട്ട് ഒരു ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു ഇതിൽ ഇപ്പൊ ഇന്ത്യയിൽ ബോംബെയിലും മുംബൈയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ അറിവ്. ഞാൻ എന്തായാലും ഈ ഒരു പഴയ നഗരത്തിലൂടെ പതുക്കെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു മ്യൂസിയം എന്തായാലും ഇന്ന് തുറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ്റെനൻസും കാര്യങ്ങളും മെട്രോ റെയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാൻ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് നടന്നു. അവിടെയുള്ള ഒരു പോലീസുകാരുടെ അടുത്ത് പെർമിഷനും ചോദിച്ചിട്ട് ഞാൻ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് കയറി. അപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത് ഒരു ബുള്ളറ്റ് ട്രെയിൻ കിടക്കുന്നത്. അത് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും സ്പെയിനിലേക്ക് പോവുകയാണ്. സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിൻ. അധികം യാത്രക്കാരെ ഒന്നും ഞാൻ അവിടെ കണ്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ ട്രെയിനിന്റെ അകത്ത് നിറച്ച ആൾക്കാരുമുണ്ട്. എനിക്ക് തോന്നുന്നു വരുന്നവരെല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി യാത്രക്കായിട്ട് സജ്ജരായിരിക്കുകയാണെന്ന്. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലുള്ള കയറ്റം കയറി പതുക്കെ മുകളിലേക്ക് നടക്കുകയാണ്. ഭയങ്കര കയറ്റോ, ഒരു രക്ഷയില്ല. സൂപ്പർ കയറ്റം. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ മലയെ ഒരു 3-4 തട്ടായി തിരിച്ചിട്ടാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കിയ താഴത്ത് കടല് കാണാം. ഇപ്പൊ ഇതിന്റെ ഒരു കയറ്റം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു.
Ok, está bem? Está entendido? Calçada de Santander, eu acho que calçada de Santander é melhor. Calçada de Santander, 5 cavaleiros. ഒരു ചർച്ചായിട്ടാണ് പണിതെങ്കിലും പിന്നീട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കാനാവാതെ അതിപ്പോൾ ലിസ്ബണിൻ്റെ ഒരു ലാൻഡ്മാർക്കായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറച്ച് ചിത്രീകരണം നടത്തി പുറത്തേക്ക് പതുക്കി ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ യാത്ര തുടർന്നു. മെയിനായിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട്, അവിടേക്കാണ് ഇപ്പോഴുള്ള യാത്ര. കുടിയന്മാരിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലുള്ളതുപോലെ തന്നെ ഞാൻ ഇവിടെ സഞ്ചരിച്ചാലും ഇതേപോലുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിയർ ബോട്ടിലാണെങ്കിലും മദ്യക്കുപ്പികളാണെങ്കിലും എനിക്ക് ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നിരത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം, പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്കൻ ഐക്യനാടുകളിൽ. मैं पाकिस्तान के साथ काम किया पहले, दुबई में था. पैसा दिया? थैंक यू. नहीं, पॉकेट में डालेगा. ओके, थैंक यू. इसमें एन मिसिंग है. एन लिस्बन. Lisboa. Lisboa, Lisbon same है. सही में, और इन पोर्चुगीज लैंग्वेज में ऐसा है. थैंक यू. मैं ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലായിട്ട് വന്ന് ഇവിടെ കച്ചവടം ചെന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കപ്പലിൽ നിന്ന് വരാൻ നേരത്തെ ഇനിയുള്ള ക്രൂ മെമ്പേഴ്സിനെയും കൂടി ഇവിടെ പറഞ്ഞു വിടണമെന്ന്. ചെറിയ രീതിയിൽ ബിസിനസ് ആവുമല്ലോ. പിന്നീട് യാത്ര ചെയ്തത് ഞാൻ ആ സ്ക്വയറിലേക്കുള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേപോലുള്ള സ്ഥലങ്ങളും യെല്ലോ ബസ്, ഹിപ്പ് ഹോപ്പ് ബസ്സുകൾ, അങ്ങനെ പല ബസ്സുകളും കണ്ടു. പോകുന്ന വഴിയിൽ വേറൊരു കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലെ പഴയ LML വെസ്പ ക്യൂട്ടായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്വയർ. വളരെ മനോഹരമാണ്. ഇവിടെ സ്റ്റാച്ചു ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാഴ്ച ഞാൻ മനോഹരമായ രീതിയിൽ കണ്ടത്. സ്റ്റാച്ചുവിൻ്റെ പിന്നിൽ കറക്റ്റായിട്ട് എനിക്ക് സൂര്യൻ്റെ ഫ്രെയിം കിട്ടി. പക്ഷെ ഒരല്പം ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ ചിത്രീകരണം നടത്തുന്നത്. കാരണം ഈ സ്റ്റാച്ചുവിൻ്റെ താഴത്തുള്ള ഈ തൂണിൻ്റെ കീഴിൽ കുറച്ച് പേര് കള്ളുപിടിച്ചിരിപ്പുണ്ട്. അവരെന്നെന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് മുന്നോട്ട് കടന്നപ്പോൾ അതിനേക്കാൾ വളരെ മനോഹരമായ മറ്റൊരു ഫ്രെയിം കൂടി എനിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതെങ്ങനെയുണ്ടെന്ന്. ഈ സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ തിരക്കായിരുന്നു. ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരും യാചകരും ഒക്കെ കയ്യേറിയിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങൾ.
പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പായ വിരിച്ചിട്ട് അതിൽ കച്ചവടം ചെയ്യാനായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ആ കൂട്ടത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, വിനോദത്തിന് വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരാൾ വേഷം കെട്ടിയിട്ട് ഒരു പ്രത്യേകതരം നൃത്തം ചെയ്യുന്നുണ്ട്. അത് നല്ല രസമാണ്. അദ്ദേഹവും കാശിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം നേരം തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം കണ്ട് കുറച്ച് അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി നിന്നു. തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഞാൻ നടന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചത്. റോഡിലൊക്കെ ട്രാമിന് പോകാനുള്ള ലൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ വാഹനങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. ലിസ്ബണിലെ അവസാന ചിത്രീകരണങ്ങൾ ഞാൻ ഷിപ്പിൽ വെച്ച് നടത്തുമ്പോൾ ഷിപ്പിനകത്ത് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള DJ പാർട്ടി നടക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.